ശബരിമല സ്വർണ്ണക്കള്ളക്കേസുമായി ബന്ധപ്പെട്ട് തന്ത്രിക്കെതിരായ കേസ് സർക്കാരിന്റെ രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി. കോടതി നിരീക്ഷണങ്ങൾ തന്ത്രിക്കെതിരായ ആരോപണങ്ങളുടെ ദുർബലത വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ താൻ ആദ്യം മുതൽ തന്നെ ഇത് രാഷ്ട്രീയ പ്രേരിതമായ കേസാണെന്ന് സംശയം ഉന്നയിച്ചിരുന്നുവെന്നും ഇപ്പോൾ അത് വ്യക്തമായെന്നും എം പി പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് തന്ത്രിക്കെതിരെയുള്ള നീക്കം സർക്കാരിന്റെ രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞു. ജാമ്യം ലഭിച്ച കണ്ഠരര് രാജീവരെ ചെങ്ങന്നൂരിലെ വസതിയിൽ സന്ദർശിച്ച ശേഷം നിലപാട് വ്യക്തമാക്കുകയായിരുന്നു എം പി. ജയിൽവാസം അനുഭവിച്ചതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്മേൽ ചാർത്തിയിരിക്കുന്ന കുറ്റത്തെ സംബന്ധിച്ചൊക്കെ വിശദമായി ചർച്ച ചെയ്യുകയുണ്ടായി. കോടതിയുടെ കണ്ടെത്തൽ നിരീക്ഷണം അദ്ദേഹം പ്രാഥമികമായി തന്നെ നിരപരാധിയാണെന്ന് തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് നിരുപാധിക ജാമ്യം നൽകിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു വൈരാഗ്യം തന്നെയാണ് അദ്ദേഹത്തോട് കാണിച്ചിരിക്കുന്നത്. ആ വൈരാഗ്യം എന്ന് പറയുന്നത് ഈ ഗവൺമെന്റിന് തീർത്താൽ തീരാത്ത പക കണ്ഠരര് രാജീവരോടുണ്ട്. ശബരിമല യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് അവിശ്വാസികളായ വനിതകളെ, യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാൻ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ, അതിനുവേണ്ടി 2 സ്ത്രീകളെ ശബരിമലയിലേക്ക് അയച്ചപ്പോൾ അതിനെ ശക്തമായി എതിർക്കുകയും ശബരിമല നട അടയ്ക്കുവാൻ നിർദ്ദേശവും നൽകിയ കണ്ഠരര് രാജീവരോട് തികഞ്ഞ പകയാണ് പിണറായി സർക്കാരിനുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് യാതൊരു പങ്കാളിത്തവുമില്ലാത്ത കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെ ഒരു തരിമ്പ് പോലും അദ്ദേഹത്തിന് എതിരായി തെളിവുകളില്ലാത്ത ഒരു വിഷയത്തിലാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് എന്നത് വളരെ വ്യക്തമാണ്. ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തതിൽ, അദ്ദേഹത്തിനെ ജയിലിലടച്ചതിൽ കോടാനുകോടി അയ്യപ്പ ഭക്തർക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. അതോടൊപ്പം തന്നെ അക്കാര്യത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കാണിച്ച വൈരാഗ്യ ബുദ്ധി അതിനെ ശക്തമായി എതിർക്കുന്ന വിശ്വാസി സമൂഹമാണ് കേരളത്തിലുള്ളത്. കോടതി നിരീക്ഷണങ്ങൾ തന്ത്രിക്കെതിരായ ആരോപണങ്ങളുടെ ദുർബലത വ്യക്തമാക്കുന്നുണ്ട്. താൻ ആദ്യം മുതൽ തന്നെ ഇത് രാഷ്ട്രീയ പ്രേരിത കേസാണെന്ന് സംശയം ഉന്നയിച്ചിരുന്നുവെന്നും എം പി പറഞ്ഞു. വിശ്വാസ സമൂഹത്തിന്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുകയും ശബരിമല വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞ ഒരാളെ ലക്ഷ്യമിട്ട് അപമാനിക്കുകയുമായിരുന്നു അറസ്റ്റിനു പിന്നിലെ യഥാർത്ഥ ഉദ്ദേശമെന്നും എം പി ആരോപിച്ചു. പിണറായി വിജയൻ സർക്കാരിന്റെ പകപോക്കൽ രാഷ്ട്രീയവും തെരഞ്ഞെടുത്ത വ്യക്തികളെ ലക്ഷ്യം വെച്ചിട്ടുള്ള നടപടികളും ജനാധിപത്യ മൂല്യങ്ങൾക്ക് വെല്ലുവിളിയാണെന്നും എം പി ആരോപിച്ചു. അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ ആയുധങ്ങളാക്കി മാറ്റുന്ന പ്രവണത സംസ്ഥാനത്ത് ശക്തമായിട്ടുണ്ടെന്നും എം പി പറഞ്ഞു. ഭരണകൂടത്തിന്റെ സമ്മർദ്ദം മൂലം നിരപരാധികളായ വ്യക്തികൾ പോലും നിയമപോരാട്ടം നടത്തേണ്ട അവസ്ഥയിലാണെന്നും എം പി പറഞ്ഞു. CDNet ന്യൂസ്, മാവേലിക്കര.